തുടങ്ങിയതല്ലേ? നൈറ്റ് ഒരു വാക്ക് വന്നതാണ്. അത്യാവശ്യം തിരക്കുണ്ട് റോട്ടിൽ. ഒരു സമയം രാത്രി ഇവിടെ ഒരു മണി അടുത്തായി അല്ലേ? അത്യാവശ്യം തണുപ്പുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഫീൽ ചെയ്യുന്ന തോന്നത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അത്യാവശ്യം നല്ല സെറ്റാണ്, എല്ലാവരും ഉണ്ട്. കൂടെ വരയ്ക്കുന്ന അമ്പലക്ഷയ് എല്ലാവരും ഉണ്ട്. ഷൈൻ ഉണ്ട്, അവര് അഫ്നസ് കാസർഗോഡ് നോക്കാം. റഷ്യൻസും അവിടെ എല്ലാവരും, ഉക്രൈൻസ് എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ അതെ അഫ്നസാണ് പോണത്. അങ്ങനെ എല്ലാവരും ഉണ്ട്, എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് വന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മോണമെന്റ് കാണാനാണ് പോണത്. ഞങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നും വലിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നിലവിലൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ കാണാൻ വേണ്ടി പോണേ. അല്ല ഷൈൻ? അതെ തന്നെ. തണുപ്പുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. നല്ല തണുപ്പാണ്, പക്ഷെ നമ്മ അതിജീവിക്കുക അല്ലേ? ജീവിക്കും, അതാണ് കഴിവ്. ഈ നിമിഷവും കടന്നു വരുന്നുണ്ട്. പക്ഷെ നല്ല ഡ്രാമെങ്കിൽ സമസെറ്റാണ്, അടിപൊളി. ട്രാമാണ് പോണത്. എങ്ങനെയുണ്ട്? വെരി ഗുഡ് ഗോ. ട്രാം, ട്രെയിൻ എല്ലാം മുന്നിൽ തന്നെ പോണേ. കാറും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ട്രാം പോയി. ഓ എന്റെ അമ്മേ. ജസ്റ്റ് ബ്ലോക്കർ. ഇപ്പോൾ നിലവിൽ നമ്മളെ ഒരു മോണുമെന്റ് കാണാൻ വന്നിരിക്കുകയാണ്. ഒരു ഫ്രീഡം മോണുമെന്റ് ഉണ്ട് അവിടെ, ജസ്റ്റ് പൊങ്ങിക്കുന്നുണ്ടോ? അതാണ് ഫ്രീഡം മോണുമെന്റ്. അപ്പോൾ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് എന്തോ ഒരു സംഭവം. അതെ, അസ്നഫിനെ കുറിച്ച് ശക്തമായി വിവരിക്കുന്നുണ്ട്, എല്ലാവരും വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. ക്യാമറ സ്റ്റഡി വെക്കണത്, സ്റ്റഡി ക്യാമറ, നമുക്ക് സ്റ്റെബിലേഷൻ കുറവാണ് ക്യാമറക്ക്. അതിന്റെ ഫ്രീഡം മോണുമെന്റ് ആണെന്നാ പറഞ്ഞത് എന്നോടൊക്കെ. കാര്യം മോണുമെന്റ് എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം അത്. പിന്നെ ഇവിടെ എന്തൊരു റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു, ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്കാണ് സ്ട്രീറ്റ് ആണ് കാണുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. നൈറ്റ് കാഴ്ചകൾ, രാത്രി കാഴ്ചകൾക്കെല്ലാം അടിപൊളിയാണ്. ദെൻ നൈറ്റ് വ്യൂ അമേസിങ്. എന്താ പറയാ, എല്ലാം കൊണ്ട് അടിപൊളി. അവിടെ ഇരിക്കാനുള്ള ചെയറൊക്കെ ഉണ്ട്, സെറ്റാണ്. അപ്പോൾ താഴത്തേക്ക് കനാൽ വഴി പോകുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും കാണാൻ പറ്റുന്ന എപ്പോഴും ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, ഇവിടെ ഒരു പാർക്കുണ്ട്. നമ്മൾ കാണാൻ പറ്റുന്നത് എപ്പോഴും നൈറ്റ് കാണാൻ പറ്റും, എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഫ്രീഡം മോണുമെന്റ് എന്താ സംഭവം എന്ന് അറിയാൻ പാടൊരു ഇപ്പൊ ക്ലിയറായി. മറ്റൊരു വ്യൂകത്ത് ഉണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ് സംഭവം. നമ്മൾ ആ സ്ട്രീറ്റിന്റെ ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കാഴ്ചകളൊക്കെ കൊള്ളാം. ഓൾഡ് ടൗൺ ആണെന്ന് പറഞ്ഞത്. അത്യാവശ്യം കാഴ്ചകളുള്ള സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. ഓൾഡ് ടൗൺ അത്യാവശ്യം നല്ല. നൈറ്റ് വന്നിട്ടുണ്ടെങ്കിലോ നേരത്തെ വന്നത് നമ്മുടെ ഗൈഡ് പറയുന്നത്, നേരത്തെ വന്നാല് എല്ലാത്തരം വീഡിയോ എടുക്കാതെ പറയണത്. കൊള്ളാല്ലേ സ്കേറ്റിംഗ് ബോർഡ് പോലെ ചെറുത്. സ്ട്രിക്റ്റ് ആണ്. ദെൻ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഗംഭീർ സെറ്റപ്പാണ് അവിടേക്കൊക്കെ കാണുന്നത്. ആൾക്കാർ ഫുഡ് കഴിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പിന്നെന്താ പറയാ, അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും ബാറുകൾ, പബ്ബുകൾ എല്ലാം ഉണ്ട്. ദെൻ ഇവിടെ ഇഷ്ടംപോലെ മലയാളി പെമ്പിളെ ഇഷ്ടംപോലെ പേര് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അത്യാവശ്യം എന്നാലും എല്ലാവരും തണുപ്പില്ലാത്തത് കൊണ്ടും ഇതൊരു ബാറാണ് കാണുന്നത്. അങ്ങനെ ന്യൂയോർക്ക് ഷോപ്പ്. ദെൻ നല്ല കാശാണെങ്കിൽ ഇറക്കാം. ഒരു വണ്ടി ഇറക്കണ്ട, ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ്.
ആൾക്ക് ഉറക്കം വരും രാത്രി 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പാ, ന്യൂയോർക്ക്. ഇത് പുതിയ ഷോപ്പാണോ? പക്ഷേ റേറ്റ് കുറവാണ് അത്. റീഫണ്ട് സംഭവം പറയുന്നുണ്ട്. ഇന്ന് കളി ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ബേസിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കുറെ പഴയകാല പള്ളികളും എല്ലാ പരിപാടികളും ഉണ്ട്. ദെൻ അങ്ങനെ പോകുന്നതോറും ആൾക്കാർ കൂടുതലാണ്, നല്ല രസമാണുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആൾക്കാർ കുറവായിരുന്നു, അതിന്റെ ബേസിൽ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നും. അപ്പൊ ഇന്ന് ഒരു വീക്കെൻഡ് ആണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരുണ്ടാവും. അക്കൗണ്ട് ഓടാം. ഒരു വീഡിയോ ജനലാണ് കാണുന്നത്. എങ്ങനെയുണ്ട് എന്നാൽ ക്രിസ്മസിന് ഒരുക്കി വെച്ച പോലെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാറ്, പബ്ബ്, എല്ലാ പരിപാടികളുണ്ട്. അവിടെ സംഗീതങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? റോളൻഡ് ബ്ലാക്ക് മാജിക്കിന്റെ എന്തോ ഐറ്റംസ് ഒക്കെയാണ് വിൽക്കുന്നത്. അവിടെയൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ദെൻ കുക്കൊക്കെ നേരത്തെ വെച്ചേക്കാണല്ലോ. റെസ്റ്റോറൻ്റൊക്കെ ഓൾറെഡി ക്ലോസ് എന്ന് പറയാൻ പറ്റൂല, കാര്യം ഇവിടെ 24 hours ആണ്. പോലീസിന്റെ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്, പക്ഷേ പോലീസൊക്കെ ഫ്രണ്ട്ലിയാണ്. ദെൻ ഗ്യാസ്ട്രോ പബ് അബ്ബേ. ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലേക്ക് പബ്ബിലോട്ടൊന്നും. കാര്യം ഇന്ത്യക്കാർ ഭയങ്കര കച്ചറയെന്നാണ് പറയുന്നത്. കാര്യം ഇവിടെ നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ മൊത്തം അലമ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കച്ചറ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും റിക്ഷ പോലത്തെ വണ്ടികളുണ്ട്. അവിടെ എല്ലാത്തും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഫോണിൽ ചാർജ് ചെയ്യാറായി, കറക്റ്റ് സമയത്ത് കുത്തി നമ്പർത്തി ഫോൺ കൂടെ നോക്കാരെല്ലാരും. നമ്മുടെ ഒരു മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് ഭാഗത്തൊക്കെ പോകുമ്പോൾ ടൈൽ കത്തില്ലേ എന്നൊരു ഫീലാണ് നിൽക്കുന്നത്. ലൊക്കേഷനൊക്കെ ഇറങ്ങണത് ഇവിടെ എന്തൊരു പഴയ ബിൽഡിംഗ് കാണുന്നുണ്ട്. പള്ളിയാണെന്ന് തോന്നുന്നു, പക്ഷെ പള്ളി പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്, പക്ഷെ പള്ളിയാണെന്ന് പറയുന്നില്ല. മൊത്തം നമുക്ക് ലാറ്റിനും വിംബിളിനും റഷ്യൻസ് ആണ്. ഇപ്പൊ നമുക്ക് കയറി ചെല്ലുന്നത് ക്രിസ്മസ് ട്രീ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ പള്ളിയാണെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിന്റെ സ്മാരകം എന്നോളം ഫ്രണ്ടിൽ ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ട് എല്ലാ സമയത്തും. ഈ പള്ളിയുണ്ട്, പള്ളിയാ. ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെയൊക്കെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ശരിക്കും പറഞ്ഞത് ഇപ്പോൾ കാണാൻ സമ്മർ ടൈമിൽ തന്നെയാണെങ്കിൽ അടിപൊളിയാണ്. എന്നൊക്കെ എല്ലാ കാഴ്ച നടക്കാനൊരു കഴിവുണ്ടെങ്കിൽ നടന്നൊന്ന് കാണുന്നതൊക്കെ, അതേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ റിഗാന്നൊരു ബോർഡ് വെച്ച് കണ്ടോ. ഈ സിറ്റിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതൊരു ഇവിടുത്തെ ഒരു ഒപ്പേറ മ്യൂസിയം. അതിൻ്റെ കൊടികളുമെല്ലാം വെച്ചിരിക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല പൊക്കം ഉണ്ടാ, അങ്ങനെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. അപ്പുറത്തേക്ക് കാണുന്നത് റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്തേക്ക് കയറാൻ പറ്റും. ഏത് പുണ്യാളാന്ന് എനിക്കൊന്നും അറിയത്തില്ല, സെയിൻ്റെതാണെന്ന് അറിയത്തില്ല. പക്ഷേ വീഡിയോ പള്ളി കിടിഞ്ഞ പള്ളിയാണ്. ഞങ്ങൾ കയറുമെന്ന് വിചാരിച്ചാണ്, പറ്റുമെങ്കിൽ കയറാം. ഈ ആ പള്ളിയുടെ വാതിക്കലൊരു ക്രിസ്മസ് ട്രീ ഇരിക്കുന്നുണ്ടോ. ഇത് എല്ലാ ദിവസവും ക്രിസ്മസ് ഇവിടെ ഉണ്ടാവും. കാര്യം മീൻസ് ഇവിടെയും ക്രിസ്മസ് ട്രീ അതൊരു കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്മാരകം എന്നോണം ഇവിടെ വെച്ചിരിക്കുന്നത് ഈ സംഭവം. നമ്മുടെ ഗൈഡ് പറയുന്നത് ഇതാണ് ക്രിസ്മസ് ട്രീ എന്നാണ് പറഞ്ഞത്. ഞാൻ ലോങ്ങിൽ നിന്ന് നേരത്തെ കാണിച്ച ക്രിസ്മസ് ട്രീ ഇല്ലേ സംഭവം. ഇത് ഒലിവ് മരത്തിന് എന്താ ഇലയാ, പക്ഷേ ഇലയെന്ന് പറയാൻ പറ്റില്ല. ഇത് മൊത്തം പ്ലാസ്റ്റിക് ആണോ വേറെ ഒന്നും മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങൾ. ഈ പള്ളിയുടെ വാതിക്കൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പള്ളിയിലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണേ എന്താ സംഭവം? ഇതൊരു മോണുമെന്റ് ആണല്ലേ. ഓക്കെ. എന്തോ ആൾക്കാരൊക്കെ മുകളിൽ വാളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ എന്തോ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്, സുവനീറൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ദെൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ചരിത്രങ്ങളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പകൽ വന്നാൽ കയറി കാണാം, പക്ഷെ നൈറ്റ് വരാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി. മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പള്ളികളെന്ന് പറയുന്നുണ്ട്, പക്ഷെ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോ എന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടിൻ്റെ കൊടിവലിരിപ്പുണ്ട്, അതിനായിരിക്കും ചിലപ്പോൾ. എന്തോ 110 യൂറോ എന്നാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്, അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് ആയിക്കോളും. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നേരത്തെ കാണിച്ച മോണുമെൻ്റാണ് കാണുന്നത്. വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു നല്ലൊരു അടിപൊളി സ്മാരകത്തിലേക്കാണ്. ഇത് കണ്ടോ, ഒരു പടകൂട്ടിൻ്റെ സംഭവമാണ്. താങ്ക് യു ഫോർ ലൈറ്റിംഗ്. ഇങ്ങനെ അത്യാവശ്യം നല്ല പൊക്കത്തിലേക്കുന്നൊരു പള്ളി പോലെ തോന്നും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. നിൽക്കുന്നത് നല്ലൊരു സ്പോട്ടിലാണ്. അവിടെയൊക്കെ ആയിട്ട് എന്താ ബാക്കി ഗിഫ്റ്റ് ഉള്ളിലൊക്കെ ഉണ്ട്. റേഞ്ച് എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഫോണിൽ ചാർജ് കയറി, എന്നാൽ പോലും കുഴപ്പമില്ല.
ഇത് അത്യാവശ്യം നല്ലൊരു മോണുമെന്റ് ആണ്. പഴയകാലത്തൊരു ചരിത്ര നിർമ്മിതി തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമാണെന്ന് പറയാം. പിന്നെ മുകളിൽ കയറാൻ പറ്റും, പക്ഷേ ടിക്കറ്റ് എടുക്കണം. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും മിസ് ചെയ്യാതിരിക്കണം, എന്തായാലും ഒന്ന് കാണണം. ജസ്റ്റ് ആ പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആ പള്ളി കാണാൻ അത്യാവശ്യം നല്ല വലിയ പള്ളിയാണ്. എന്താ പറയാ, വത്തിക്കാൻ സിറ്റി പള്ളി വന്ന പോലെ കീപ്പുണ്ട്. അത്യാവശ്യം എല്ലാം എത്തപ്പാടി ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പുറകെ ഒന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓഫ് ചെയ്താൽ നിറച്ച് പബ്ബ് പരിപാടിയൊക്കെ ചെയ്തോളാം. കൊള്ളാം, അതിൽ പിന്നെ ഇവിടെ വേറൊരു പള്ളി കാണുന്നുണ്ട്. പള്ളിയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. എല്ലാം നല്ല ചരിത്ര സ്മാരകമുള്ള സംഭവങ്ങളാണ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അങ്ങാടും ഇങ്ങോട്ടും പറയല്ലേ, ഏതൊക്കെ കാറൊക്കെ പോകുന്നുണ്ട്. സോണി ഷോപ്പ് എല്ലാം ഉണ്ട്. സ്പോർട്സ് ബസാർ എല്ലാം പബ്ബുകളാണ്. ഈ പള്ളിക്ക് ചുറ്റും പബ്ബുകളാണ്. ഡാൻസ് ബാർ വിത്ത് ബാറ് പബ്ബുകളാണ്. ഓരോരോ സംഭവം ഉണ്ടാക്കി വിൽക്കാൻ വെച്ചേക്കണ്ടോ. എന്തായിട്ടൊന്നും അറിയാൻ പാടില്ല. വിൽക്കാൻ വെച്ചിട്ട് കഴിക്കണമൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബാറ് പരിപാടിയിലേക്കാണ്. ഇവിടെ ഇന്ത്യക്കാർക്കൊന്നും പ്രവേശനമില്ല. കയറി കഞ്ഞിട്ടുള്ള സ്ഥലമായിട്ട്. ഈ കാണുന്നതൊക്കെ പബ്ബുകളാണ്. എന്താ പറയാ, അടിച്ചുപൊളി പബ്ബുകളാണ്. ഇന്ത്യക്കാർക്ക് ഇന്ന് ഫുട്ബോൾ കളികളുണ്ട്. സ്പെയിനും പോർച്ചുഗലും സ്പെയിനും ബെൽജിയം കളിക്കണമെന്ന് ബെൽജിയം തോറ്റുപോയി. അപ്പോൾ അതിൻ്റെ ആഘോഷവും നിരാശകളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അടിച്ചെല്ലാം ചെന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് വീക്ക് ഓഫ് ഡേ ആണ്. എല്ലാവരും അടിച്ച് കാറുകളും ടാക്സികളും എല്ലാം ഉണ്ട്. LB 01 നമ്പർ ഉണ്ടോ, ഏതാ പോർഷെ, എല്ലാവരും ഉണ്ട്. അടിപൊളിയാണ്. good video, good price. Then Indian റെസ്റ്റോറൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിതുവരെ കാണത്തില്ല. ആക്ടിവിറ്റി വേറൊരു മുഖമാണ്, പക്ഷേ സംഭവം അടിപൊളിയാ. എല്ലാം കൊണ്ടും കളിയും എല്ലാം കൊണ്ടും അടിപൊളിയാ. അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തപ്പോൾ ഇടിയുള്ളൂ, അതുകൊണ്ടാണ് അധികം എടുക്കാത്തത്. അല്ല അടിച്ച് എല്ലാവരും കിടന്നുറങ്ങാണ്. അകത്ത് പാർട്ടി DJ അതിന്റെ പരിപാടി കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫുൾ വൈബ് സിറ്റിയാണത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലായിടത്തും കോറിഡോറിലില്ലാത്ത ആൾക്കാരാ. എല്ലാം അങ്ങോട്ട് അടിപൊളിയാണ്. ഇതിന്റെ ഒരു ഫ്യൂൾ വ്യൂ അറ്റം ഒരു രസമാണ്. നല്ല ഭംഗിയാണ്. എന്നിട്ട് എന്താ പറയാ, അടിച്ചു പൊളി. കാശുണ്ടാക്കുക, ഒരാഴ്ചപ്പണി കാശുണ്ടാക്കുക, കാശ് ഫുള്ളും അടിച്ചു പൊളിച്ച് കളയാം. പെമ്പിളരും ആമ്പിളരും എല്ലാം അങ്ങോട്ടും ബാറ് പബ്ബ് പാർട്ടി അതിനുള്ളിലൊക്കെ ഓക്കെ എല്ലാം കൊണ്ട് പരിപാടിയാണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാരൊക്കെ വന്ന് കാശുണ്ടാക്കി വന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അവരൊക്കെ അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കണം. സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം ഇതിപ്പോൾ കറക്റ്റ് സെൻട്രൽ ഭാഗത്താണ്. റിഗ സിറ്റി എന്ന് ബോർഡൊക്കെ വെച്ചേക്കണ്ട. ഒരു മാളാണ് ഈ കാണുന്നത്. ഇന്ത്യ സ്റ്റോർ എല്ലാം കൂടെ ഉണ്ട്. ATMs അങ്ങനെ എല്ലാ പരിപാടികളുണ്ട്. ഒരു കറക്റ്റ് എന്താ പറയുക, കറക്റ്റ് നമ്മൾ അമേരിക്ക പോയിട്ടില്ല. ഇവിടെ മാത്രമല്ല, ഒരുപാട് റോഡുകളൊന്നും മുട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ്. തൊട്ടടുത്ത് ബിരിയാണിയൊക്കെ കഴിച്ചായിരുന്നു. എല്ലാം കൊണ്ടൊരു ബിരിയാണി. ഓക്കെ.